കർണൻ ആരാണെന്നുള്ള സത്യം പാണ്ഡവർ അറിഞ്ഞത് വളരെ വൈകിയായിരുന്നു. ആ ഒരൊറ്റ സത്യം സ്ത്രീകുലത്തിന് മൊത്തം ശാപമായി മാറിയ ഒരു കഥയുണ്ട്. കഥ തുടങ്ങുന്നത് കുന്തിയുടെ കൗമാരകാലത്തെ ഒരു അവിവേകത്തിൽ നിന്നാണ്. സൂര്യഭഗവാനെ ധ്യാനിച്ച് അപ്രതീക്ഷിതമായി ലഭിച്ച പുത്രനെ ലോകത്തെ ഭയന്ന് കുന്തി ഒരു പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കുന്നു. സ്വർണ്ണ കവചകുണ്ടലങ്ങളുമായി ജനിച്ച ആ കുഞ്ഞ് കർണൻ ഇരുണ്ട നദിയിലൂടെ ഒഴുകിപ്പോകുന്നത് കുന്തി നോക്കി നിൽക്കുന്നു. ആ നിമിഷം മുതൽ കുന്തിയുടെ ഉള്ളിൽ ഒരു വലിയ രഹസ്യം ജനിക്കുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നു. ആ കുഞ്ഞ് വീരനായ ഒരു യോദ്ധാവായി വളരുന്നു. ലോകം അവനെ സൂതപുത്രൻ എന്ന് വിളിച്ച് പരിഹസിക്കുമ്പോൾ തന്റെ തളരാത്ത വീര്യത്തിലൂടെ അവൻ കൗരവപക്ഷത്തെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നു. അർജുനന്റെ ഏറ്റവും വലിയ ശത്രുവായി കർണൻ പ്രതിഷ്ഠിക്കപ്പെടുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ടുമുമ്പ് കുന്തി കർണനെ രഹസ്യമായി കാണുന്നു. ഞാൻ നിന്റെ അമ്മയാണെന്നും പാണ്ഡവർ നിന്റെ സഹോദരങ്ങളാണെന്നും അവർ വെളിപ്പെടുത്തുന്നു. പാണ്ഡവപക്ഷത്തേക്ക് വരാൻ അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ തന്നെ ഉപേക്ഷിച്ച അമ്മയോടുള്ള പരിഭവവും തന്നെ കൈപ്പിടിച്ചുയർത്തിയ ദുര്യോധനനോടുള്ള കൂറും കർണനെ ധർമ്മസങ്കടത്തിലാക്കുന്നു. എങ്കിലും അമ്മയ്ക്ക് അദ്ദേഹം ഒരു വാഗ്ദാനം നൽകുന്നു. അമ്മയ്ക്ക് എപ്പോഴും 5 മക്കളുണ്ടാകും. ഒന്നതിൽ ഞാൻ, അല്ലെങ്കിൽ അർജുനൻ. യുദ്ധഭൂമിയിൽ കർണനും അർജുനനും തമ്മിലുള്ള അതിഭീമാകാരമായ പോരാട്ടം നടക്കുന്നു. ഒടുവിൽ വിധി കർണനെ ചതിക്കുന്നു. തന്റെ രഥചക്രം മണ്ണിൽ താണുപോയപ്പോൾ നിരായുധനായ കർണനെ അർജുനൻ വധിക്കുന്നു. സൂര്യന്റെ പുത്രൻ സൂര്യനിൽ തന്നെ ലയിക്കുന്നു. യുദ്ധം അവസാനിച്ചു. ഗംഗാതീരത്ത് മരിച്ചവർക്കായി തർപ്പണം നടത്താൻ 5 പാണ്ഡവരും ദ്രൗപദിയും കുന്തിയും എത്തുന്നു. ആ നിമിഷം കുന്തിക്ക് തന്റെ സങ്കടം അടക്കാനായില്ല. കർണൻ അവരുടെ ജ്യേഷ്ഠനായിരുന്നു എന്ന സത്യം അവർ നിലവിളിച്ചുകൊണ്ട് വെളിപ്പെടുത്തുന്നു. സ്വന്തം ജ്യേഷ്ഠനെയാണ് കൊലപ്പെടുത്തിയതെന്ന സത്യം യുധിഷ്ഠിരനെ തകർത്തു കളയുന്നു. അമ്മ ഇത്രയും കാലം ഈ രഹസ്യം മറച്ചുവെച്ചതാണ് ഈ സർവനാശത്തിനും ഭ്രാതൃഹത്യയ്ക്കും കാരണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. രോഷാകുലനായ യുധിഷ്ഠിരൻ കയ്യിലെ വെള്ളം തളിച്ച് ലോകത്തിലെ മുഴുവൻ സ്ത്രീകളെയും ശപിക്കുന്നു. ഇനി മേലിൽ ഒരു സ്ത്രീക്കും ഒരു രഹസ്യവും തന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയാതിരിക്കട്ടെ.